കഥയുടെ ലോകത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ആലിബാബയുടെ കഥ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ? കഥ ഇഷ്ടമാകുന്നുണ്ടോ? കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കണ്ടേ? അപ്പോഴല്ലേ എനിക്കറിയുള്ളൂ ഞാൻ പറയുന്ന കഥ കേൾക്കുന്നവർക്ക് ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം പറയാം. ഞാൻ മുഴുവനാകില്ല, അപ്പോഴേക്കും 10 മിനിറ്റൊക്കെ ആകും. അപ്പോഴാണ് ഞാൻ നിർത്തുന്നത്. എനിക്കറിയാം നിങ്ങളുടെ സമയത്തിൻ്റെയും വില. എവിടെ വരെയാ കഥ പറഞ്ഞത്? കൊള്ളത്തലവൻ ആലിബാബയെയും വീട്ടുകാരെയും ഇല്ലാതാക്കാൻ 2 പരിപാടി ആസൂത്രണം ചെയ്തു. 2 കള്ളന്മാരെ പറഞ്ഞയച്ചു. പക്ഷേ 2 കള്ളന്മാരുടെ പ്രവൃത്തിയെയും ബുദ്ധിപൂർവം ആരില്ലാതാക്കി? മൊർജാന ഇല്ലാതാക്കി. 2ാമത്തെ കള്ളൻ പറഞ്ഞതിനനുസരിച്ച് കൊള്ളത്തലവന്മാരും കൂട്ടുകാരൊക്കെ വന്നു. അതും ശരിയായില്ല എന്ന് കണ്ടപ്പോൾ അയാളെയും വധിച്ചു കളഞ്ഞു. എന്നിട്ട് കൊള്ളത്തലവൻ വിചാരിച്ചു, ഇനി ഇതിന് ഞാൻ മറ്റാരെയും പറഞ്ഞയക്കുന്നില്ല, ഞാൻ തന്നെ അതിന് പോകാം. അങ്ങനെ കൊള്ളത്തലവൻ നാട്ടിൽ വന്നു. അയാൾക്കറിയാം എങ്ങനെയാണ് ഏതാണ് വീടെന്ന് കണ്ടെത്തുക എന്നതൊക്കെ. അതൊക്കെ തന്നെ ചെയ്തു. വീട് കണ്ടെത്തി. എന്നാൽ എവിടെയും ഒന്നും മാർക്ക് ചെയ്യാനൊന്നും പോയില്ല. എല്ലാം മനസ്സിലാക്കി അയാൾ തിരിച്ചു പോയി. തിരിച്ചു ചെന്നിട്ട് അയാൾ ബാക്കി കള്ളന്മാരോട് പറഞ്ഞു, വീടെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു പ്ലാനാണ്. ഞാൻ നല്ല വലിയ 38 എണ്ണ ഭരണികൾ വാങ്ങുന്നുണ്ട്. അതിൽ 37 എണ്ണത്തിലും നിങ്ങളിരിക്കണം. ശ്വാസം പോകാൻ വേണ്ടി ചെറിയൊരു ഹോളൊക്കെ ഇടും. ഒന്നും ആർക്കും അപകടമൊന്നും ഉണ്ടാവില്ല. ഒരെണ്ണത്തിൽ എണ്ണയും നിറയ്ക്കും. എന്നിട്ട് ഒരു എണ്ണ വ്യാപാരിയായിട്ട് ആലിബാബയുടെ വീട്ടിൽ ചെല്ലണം. അന്ന് രാത്രി നമുക്ക് അവിടെ തങ്ങണം. രാത്രി വീട്ടുകാരെല്ലാം ഉറങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, ആ സമയത്ത് പുറത്തു വന്ന് നമുക്ക് അവരെ മുഴുവനും ഇല്ലാതാക്കണം. മറ്റ് കള്ളന്മാരെല്ലാം സമ്മതിച്ചു. അങ്ങനെ ഒരു പരിപാടിയുമായിട്ട് അയാൾ വന്നു. ഒരു ദിവസം രാത്രിയാകുന്നതോടുകൂടെ ആലിബാബയുടെ വീട്ടിൽ ഈ എണ്ണ വ്യാപാരി വന്നു. ആരാ എണ്ണ വ്യാപാരി? കൊള്ളത്തലവനാണ്. എന്നിട്ട് ആലിബാബയോട് പറഞ്ഞു, ഞാനൊരു എണ്ണ വ്യാപാരിയാണ്. ഞാൻ എണ്ണയുമായി എൻ്റെ കഴുതപ്പുറത്ത് ഭരണികളിലെ എണ്ണയുമായി പോകുകയാണ്. പക്ഷേ ചന്തയിലേക്കെത്താൻ ഇനിയും കുറച്ചധികം ദൂരമുണ്ട്. ഇന്നൊരു രാത്രി ദയവ് ചെയ്ത് എനിക്ക് ഇവിടെ തങ്ങാനായിട്ടുള്ള അനുവാദം തരണം. ആലിബാബയുടെ വളരെ ശുദ്ധമായ നല്ല മനസ്സാണ്. അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കാനും വലിയ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ആലിബാബ വേഗം സമ്മതിച്ചു. കഴുതകളെയൊക്കെ കെട്ടാനുള്ള ആല കാണിച്ചു കൊടുത്തു. എണ്ണഭരണികളൊക്കെ അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് ആലിബാബയുടെ വീട്ടിലെ ഒരു മുറിയും കൊടുത്തു ഈ കൊള്ളത്തലവന് ഉറങ്ങാനായിട്ട്. എന്നിട്ട് ആലിബാബ മൊർജാനയോട് പറഞ്ഞു, നാളെ രാവിലെ നമുക്ക് ഒരു അതിഥി കൂടെയുണ്ട്. അതുകൊണ്ട് നീ അവർക്ക് കൊടുക്കാനും കൂടെയുള്ള ഭക്ഷണം ഉണ്ടാക്കണം, നല്ല ഭക്ഷണം ഉണ്ടാക്കണം. മൊർജാന സമ്മതിച്ചു. മൊർജാന വേഗത്തിൽ നാളെ രാവിലേക്കുള്ള കുറേ പണികളൊക്കെ തീർക്കാനായിട്ട് പണി തുടങ്ങി. അപ്പോൾ കുറച്ച് നന്നായി ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പണിത് നോക്കുമ്പോഴാണ് വീട്ടിൽ എണ്ണ കഴിഞ്ഞിരിക്കുന്നു. മൊർജാനയ്ക്ക് പണികളായിട്ട് മുന്നോട്ട് പോകാൻ എണ്ണയില്ലാതെ പറ്റില്ല. അവൾ ആലോചിച്ചു, അയ്യോ ഇനിയിപ്പോൾ ഈ രാത്രി എവിടെ നിന്നാണ് എണ്ണ കിട്ടുക? ഞാനിനി എന്തു ചെയ്യും? ഇത്രയും ആലോചിച്ചപ്പോഴാണ് അവൾക്ക് തോന്നിയത്, മുറ്റത്ത്
ഇത്രയും വലിയ എണ്ണഭരണികളല്ലേ ഇരിക്കുന്നേ. ഇന്നിപ്പോൾ ഈ രാത്രി പോയി അവിടെ നിന്ന് കുറച്ച് എണ്ണ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ പാചകമൊക്കെ ഭംഗിയാക്കി തീർക്കാം. നാളെ രാവിലെ ആ അതിഥി ഉണരുമ്പോൾ അദ്ദേഹത്തിനോട് പറയാം ഞാനിങ്ങനെ എണ്ണ എടുത്തു എന്നുള്ളത് എന്നും വിചാരിച്ച് മർജാന ഒരു പാത്രവുമായിട്ട് ഈ ഭരണിയുടെ അടുത്തേക്ക് വന്നു. ഇവളുടെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ ഭരണിയിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നു വളരെ പതുക്കെ, സമയമായോ? അവൾ ഞെട്ടിപ്പോയി. ഇതാരാണ് ഭരണിയിൽ? വളരെ ബുദ്ധിപൂർവം അവൾ മറുപടി കൊടുത്തു, ഇല്ല. അവൾക്ക് മനസ്സിലായി ഇതൊരു പുതിയ അപകടമാണ്. അവൾ അടുത്ത ഭരണിയുടെ അടുത്ത് ചെന്നു. ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അവൾ എല്ലാ ഭരണിയുടെ അടുത്ത് ചെന്നു. എല്ലാ ഭരണിയിൽ നിന്നും സമയമായോ, ഞങ്ങൾ പുറത്തിറങ്ങാറായോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാറ്റിനും അവൾ മറുപടിയും കൊടുത്തു. ഒരു ഭരണിയിൽ മാത്രമേ എണ്ണയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വീണ്ടും വളരെ ബുദ്ധിപൂർവം ആലോചിച്ചു, ഇത്രയും കള്ളന്മാരാണ് വീട്ടിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നത്. തീർച്ചയായും ആ എണ്ണ വ്യാപാരി എന്ന് പറയുന്നത് ഇവരുടെ തലവനായിരിക്കും. അവൾ എന്തു ചെയ്തു എന്നറിയാമോ? വേഗത്തിൽ തന്നെ എണ്ണയുള്ള ഭരണിയിൽ നിന്ന് എണ്ണയെടുത്തു, അടുക്കളയിൽ കൊണ്ടുപോയി അത് തിളപ്പിച്ചു. അതുകൊണ്ടുവന്ന് ഭരണി തുറന്ന് പെട്ടെന്ന് അതിലെ ആ കള്ളൻ്റെ തലയിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. വേഗത്തിൽ മൂടിയടച്ചു. ഇത് തന്നെ അവൾ അന്ന് കുറേ നേരം ചെയ്തു. എണ്ണ കൊണ്ടുപോയി തിളപ്പിക്കുക, തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്ന് ഓരോ ഭരണിയിലും ഒഴിക്കുക. 37 ഭരണിയിലെ കള്ളന്മാരെയും മർജാന ഇങ്ങനെ കൊന്നുകളഞ്ഞു. 37 ഭരണിയിലുള്ള ആളുകളും മരിച്ചു എന്നവൾ ഉറപ്പുവരുത്തി. എന്നിട്ട് അവൾ അടുക്കളയിൽ ചെന്നു വിളക്കെല്ലാം അണച്ചു. എന്നിട്ട് ഒരു ജനലിൻ്റെ അരികിൽ വന്നിരുന്നു. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും ശ്രദ്ധിച്ചിട്ട്. വീട്ടുകാരെല്ലാം ഉറങ്ങി, വീട്ടിലെ വെളിച്ചമെല്ലാം ഇല്ലാതായി എന്ന് കണ്ടപ്പോൾ കൊള്ളത്തലവൻ എഴുന്നേറ്റു. അയാൾ ഒരു കല്ലെടുത്തിട്ട് ഈ ഭരണിയിലേക്ക് എറിഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കല്ല് വന്ന് ഭരണിയിൽ കൊണ്ടു. പക്ഷേ അതിൽ നിന്ന് ഒരാളും പുറത്തു വന്നില്ല. അയാൾ 1, 2, 3, 4 ഇങ്ങനെ കല്ലെറിഞ്ഞു. ഒരു ഭരണിയിൽ നിന്നും ഒരാളും പുറത്തു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതെന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു. അയാൾ വേഗത്തിൽ പുറത്തു കടന്നു. എന്നിട്ട് ആ ഭരണി തുറന്നു നോക്കി. എന്താണ് കണ്ടത്? അതിലെ കള്ളൻ മരിച്ചിരിക്കുന്നു. അടുത്ത ഭരണിയിൽ നോക്കി, അതിലും കള്ളൻ മരിച്ചിരിക്കുന്നു. വേഗത്തിൽ അയാൾ നോക്കി, എല്ലാവരും മരിച്ചു പോയിരിക്കുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ വേഗത്തിൽ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നേരം വെളുത്തു. അലിബാബ എഴുന്നേറ്റ് വന്നു. തൻ്റെ അതിഥി എവിടെ എന്നൊക്കെ അന്വേഷിച്ചു. അതിഥിയെ കാണാനില്ല. അപ്പോൾ അയാൾ മർജാനയുടെ അടുത്ത് വന്നു. നമ്മുടെ അതിഥി നേരത്തെ എഴുന്നേറ്റുവോ? എന്താണ്? മർജാന പറഞ്ഞു, എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അങ്ങേക്ക് കാണിച്ചു തരാം. അങ്ങ് മുറ്റത്തേക്ക് വരൂ. അപ്പോൾ അലിബാബ മർജാനയുടെ കൂടെ മുറ്റത്തേക്ക് ചെന്നു. എന്നിട്ട് മർജാന ആ ഭരണി തുറന്ന് കാണിച്ചു കൊടുത്തു. അതിൽ ഒരു കള്ളൻ മരിച്ചിരിക്കുന്നു. അടുത്ത ഭരണിയിലും എല്ലാം ഇതേ അവസ്ഥ.
അലിബാബ ഞെട്ടിപ്പോയി. എന്നിട്ട് മൊർജാന തലേ ദിവസം ഉണ്ടായ എല്ലാ കാര്യങ്ങളും അലിബാബയോട് പറഞ്ഞു കൊടുത്തു. ഏറ്റവും അവസാനം എണ്ണയുള്ള ഭരണി അലിബാബ തുറന്നു നോക്കി. അതിലെ എണ്ണയൊന്നും ഇല്ല. അത്രമാത്രം എണ്ണ എടുത്ത് തിളപ്പിച്ച് ഒഴിച്ച് അത്രയും കയ്യും കാലും ഒക്കെ പൊള്ളുന്ന പണി ആ മൊർജാന ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് തന്നെയും തൻ്റെ കുടുംബത്തെയും അവൾ രക്ഷിച്ചിരിക്കുന്നത്. അവളോടുള്ള കടപ്പാടും സ്നേഹവും കൊണ്ട് അലിബാബയുടെ ഹൃദയം നിറഞ്ഞു. അവളോട് അലിബാബ പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ അടിമയല്ല, നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. നിൻ്റെ താല്പര്യപ്രകാരം നിനക്കിഷ്ടമുള്ളത് ചെയ്യാം. മൊർജാന പറഞ്ഞു, ഞാൻ എവിടെയും പോകുന്നില്ല. ഞാൻ അങ്ങയെ സേവിച്ചുകൊണ്ട് ഈ വീട്ടിൽ തന്നെ കഴിയാം. അലിബാബയ്ക്കും വളരെ സന്തോഷമായി. അങ്ങനെ വീണ്ടും അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇനി കുറച്ച് ഭാഗം കൂടിയുണ്ട്, ഞാനത് നാളെ തന്നെ പറഞ്ഞു തരാം.